Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing final year MBBS in AIIMS Nagpur. ഇന്ന് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ NCERT HMDAR ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ MCQ മൾട്ടിപ്പിൾ ചോയ്സും വെരി ഷോർട്ട് ആൻസർ ടൈപ്പും ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ തൊട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് cyanobacterium, heterotrophic bacterium have been clubbed together in eubacteria of kingdom Monera as per the 5 kingdom classification, even though the two are vastly different from each other. Is this grouping of the two types of taxa in the same kingdom justified? If so, why? അപ്പോൾ സൈനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയും ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയയും ഒരുമിച്ച് ബാക്ടീരിയയാണ് ഇട്ടിരിക്കുന്നത് കിങ്ഡം മൊനീരന്റെ താഴെ. ആൻഡ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് നമുക്ക് രണ്ടിന്റെയും പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് അതിന്റെ സിമിലാരിറ്റീസ് അറിഞ്ഞിരിക്കണം. സൈനോബാക്ടീരിയ എന്താ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും കൂടി അതിനെ അറിയപ്പെടുന്നതാണ്. ആൻഡ് ഏത് കിങ്ഡത്തിലാണ് ഇട്ടിരിക്കുന്നത്? കിങ്ഡം മൊനീര. ആൻഡ് ഇത് എന്തുകൊണ്ടായിരിക്കും കിങ്ഡം മൊനീരയിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഈ രണ്ടാൾക്കാരും സൈനോബാക്ടീരിയയിലും ഹെട്രോട്രോഫിക് ബാക്ടീരിയയിലും ഏതിന്റെ താഴെ വരുന്ന ബാക്ടീരിയയുടെ താഴെ വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് പുട്ട് അണ്ടർ യൂബാക്ടീരിയ. അപ്പോ അവർക്ക് എന്തില്ല? ദേ ഡു നോട്ട് ഹാവ് ന്യൂക്ലിയർ എൻവലപ്പ്, അതായത് ന്യൂക്ലിയസിനെ കവർ ചെയ്ത് ഒരു എൻവലപ്പ് ഇല്ല. ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടോ? അതും അവരിൽ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എങ്ങനെയാണ്? നേക്കഡ് ആണ്. ആൻഡ് വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത്, അവർക്ക് ഏത് ടൈപ്പ് ഓഫ് റൈബോസോംസ് ആണ്? രണ്ടാക്കും 70S ടൈപ്പ് ഓഫ് റൈബോസോംസ് ആണ് ഉള്ളത്. അപ്പോ ഇത്രയും കാരണങ്ങൾ കൊണ്ട്, അതായത് ഇത്രയും സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട്, ഏതൊക്കെ സിമിലാരിറ്റീസ്? ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല, അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ നേക്കഡ് ആയി കിടക്കാണ് സെല്ലില്. ആൻഡ് റൈബോസോംസിന്റെ ടൈപ്പ് ഏതാണ്? 70S. അപ്പൊ ഇത്രയും സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഏതിന്? സൈനോ ബാക്ടീരിയനും ഹെട്രോട്രോഫിക് ബാക്ടീരിയനും ഏതിന്റെ താഴെ ഇട്ടിരിക്കുന്നത്? കിങ്ഡം മൊനീരയിൽ ഇട്ടിരിക്കുന്നത്. മെയിൻ റീസൺ അവര് രണ്ടുപേരും പ്രോകെരിയോട്സ് ആണ്. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ. അറ്റ് ദ സ്റ്റേജ് ഓഫ് ദെയർ സൈക്കിൾ ascomycetes fungi produce the fruiting bodies like apothecium, perithecium or cleistothecium. How are these three types of fruiting bodies different from each other? അപ്പോ ആസ്കോമൈസീറ്റ്സിന്റെ റീപ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ പഠിക്കുന്നതാണ് അവരുടെ ഫ്രൂട്ടിംഗ് ബോഡീസ്. ആൻഡ് ഈ ഫ്രൂട്ടിംഗ് ബോഡീസ് പല ടൈപ്പ് ഉണ്ട്: അപ്പോതീഷ്യം, പെരിതീഷ്യം, ക്ലീസ്റ്റോതീഷ്യം. അപ്പോ ഈ 3 ടൈപ്സിന്റെയും ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഡിഫറൻസസ് പറയാനാണെങ്കിൽ അപ്പോതീഷ്യം എന്താണ്? വൈഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള സോസർ ഷേപ്പ് ഉള്ള അല്ലെങ്കിൽ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ആൻഡ് അതെങ്ങനെയാണ്? മോട്ടൈൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? അത് മോട്ടൈൽ അല്ല, സെസൈൽ ആണ്. ആൻഡ് ഫ്ലഷി കൂടിയാണ്. അപ്പോ അപ്പോതീഷ്യത്തിന്റെ പോയിന്റ് എന്താണ്? അവര് വൈഡ് ആണ്, ഓപ്പൺ ആയിട്ടുള്ള സോസർ ഷേപ്ഡ് ഉള്ള ഒരു കപ്പ് ഷേപ്പ് ഉള്ള ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ആൻഡ് ഇറ്റ് ഇസ് സെസൈൽ ആൻഡ് ഫ്ലഷി. ഇനി ക്ലീസ്റ്റോതീഷ്യം നോക്കുകയാണെങ്കിൽ, ക്ലീസ്റ്റോതീഷ്യം എങ്ങനെയാണ്? ഗ്ലോബോസ്, അതിന്റെ ഷേപ്പ് ഗ്ലോബോസ്. ഇനി അവരുടെ ഫ്രൂട്ടിംഗ് ബോഡി മറ്റേനെ പോലെ ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്? അപ്പോതീഷ്യം പോലെ ഓപ്പൺ അല്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ആൻഡ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓപ്പണിങ്ങും അതിന് പുറത്തേക്കില്ല, വിത്ത് നോ സ്പെഷ്യൽ ഓപ്പണിംഗ് ടു ദി ഔട്ട്സൈഡ്. ഇനി പെരിതീഷ്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഷേപ്പ് എന്താണ്? ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ആൻഡ് അവര് ഒരു ഓസ്റ്റിയോൾ അല്ലെങ്കിൽ ഒരു പോർ വഴി ഔട്ട്സൈഡിലേക്ക് ഒരു ഓപ്പണിംഗ് കാണിക്കുന്നുണ്ട്. പോർ അല്ലെങ്കിൽ ഓസ്റ്റിയോൾ, അതായത് വിറ്റ്സ് എ ഷോർട്ട് പാപ്പില. പാപ്പില എന്ന് പറഞ്ഞാൽ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പോലത്തെ ഒരു സാധനം. ആൻഡ് എങ്ങനെയാണ്? അതൊരു പാപ്പില പോലത്തെ ഒരു ഓപ്പണിംഗ് ആണ് ബൈ എ സർക്കുലർ പോർ. ഇനി അപ്പോതീഷ്യത്തിന്റെ ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അപ്പോതീഷ്യം. ഇനി ഇതേ സമയം പെരിതീഷ്യം എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് പെരിതീഷ്യത്തിന്റെ സ്ട്രക്ചർ. ഇനി ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ക്ലീസ്റ്റോതീഷ്യം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോതീഷ്യം, പെരിതീഷ്യം, ക്ലീസ്റ്റോതീഷ്യം ഇവര് 3 പേരും
ഫ്രൂട്ടിംഗ് ബോഡീസ് ആണെന്നറിയാം. ആൻഡ് ഈ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഡിഫറൻസ് വെച്ചാൽ ഫസ്റ്റ് എന്ത് വരക്കാം, ഈ ഡയഗ്രാം വരക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് എഴുതാം. അപ്പോത്തീഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടത്, വൈഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സോസർ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ആൻഡ് അതെങ്ങനെയാണ്, സെസൈൽ ആണ്. ആൻഡ് ക്ലീസ്റ്റോതീഷ്യം നമ്മൾ എങ്ങനെയാണ് കണ്ടത്, അതൊരു ഗ്ലോബോസ് ആയിട്ടുള്ള, അതായത് ഗ്ലോബ്യുലർ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള വിത്ത് നോ ഓപ്പണിങ്സ്, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് വിത്ത് നോ ഓപ്പണിങ്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് ഷേപ്പ് എങ്ങനെ പറയണം, ഗ്ലോബോസ് അല്ലെങ്കിൽ ഗ്ലോബ്യുലർ എന്ന് പറയാം. ആൻഡ് പെരിതീഷ്യം എങ്ങനെയാണ്, ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് അതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗിനെ എന്ത് വിളിക്കും നമ്മൾ, ഒരു പോർ അല്ലെങ്കിൽ ഓസ്റ്റിയോൾ എന്ന് വിളിക്കാം. ആൻഡ് ഈ ചെറിയ ഓപ്പണിങ്ങിനെയാണ് പോർ അല്ലെങ്കിൽ ഓസ്റ്റിയോൾ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ഡയഗ്രാം ജസ്റ്റ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഒബ്സർവബിൾ ഫീച്ചേഴ്സ് ഇൻ ട്രൈപാനോസോമ വുഡ് മേക്ക് യു ക്ലാസിഫൈ ഇറ്റ് അണ്ടർ കിങ്ഡം പ്രോട്ടിസ്റ്റ? ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒബ്സർവബിൾ, അതായത് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കാരണമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റേന്റെ താഴെ ട്രൈപാനോസോമേനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് തിങ്, കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്, യൂണിസെല്ലുലാർ യൂകരിയോട്സ്. യൂണിസെല്ലുലാർ യൂകരിയോട്സ് ആയിരിക്കണം. ആൻഡ് ഈ യൂണിസെല്ലുലാർ യൂകരിയോട്ടിൽ എങ്ങനെയായിരിക്കും, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, യൂകരിയോട്ട് എന്ന് വിളിക്കുന്നത്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് അലോങ് വിത്ത് എ ന്യൂക്ലിയർ എൻവലപ്പ്. ഇനി ന്യൂക്ലിയസ് കഴിഞ്ഞ് വെൽ ഡിഫൈൻഡ് ആണ്, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എന്താ, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്. ഇനി മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസിന്റെ കാര്യം പറഞ്ഞു, ഓർഗനൽസിന്റെ കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് തിങ് എന്താണ് പറയേണ്ടത്, അതിന്റെ റൈബോസോംസ് എങ്ങനെയുള്ളതാണ്, ഏത് ടൈപ്പ് ആണ്, 80S ടൈപ്പ് ആയിട്ടുള്ള റൈബോസോംസ് ആണ്. ആൻഡ് ഫൈനലി ഫ്ലജല്ലയുടെ ഓർഗനൈസേഷൻ എന്താണ്, 9+2 ഓർഗനൈസേഷൻ ഉള്ള ഫ്ലജല്ലയും ഉണ്ടായിരിക്കും. അപ്പോ ഇത്രയും ഒബ്സർവബിൾ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ട്രൈപാനോസോമേനെ എന്തിൽ ക്ലാസിഫൈ ചെയ്തത്, കിങ്ഡം പ്രോട്ടിസ്റ്റിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രൈപാനോസോമ ഏതിൽ വരും, കിങ്ഡം പ്രോട്ടിസ്റ്റ. കീ പോയിന്റ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ട്രൈപാനോസോമ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വന്നു. ഇനി അതിന്റെ ഒബ്സർവബിൾ ഫീച്ചേഴ്സ് എന്തൊക്കെ കണ്ടിരുന്നു, യൂണിസെല്ലുലാർ യൂകരിയോട്ടിക് ഓർഗാനിസം ആണ്. അതിന്റെ ലോക്കോമോഷൻ ആരുടെ ഹെൽപ്പോടു കൂടിയാണ് നടക്കുന്നത്, ബൈ ഫ്ലജല്ല. ഇനി അവന്റെ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ മോഡ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏസെക്ഷൽ ആണ്. ഇനി അവന്റെ റിസർവ് ഫുഡ് ഏത് ഫോമിലാണ്, ഇൻ ദ ഫോം ഓഫ് ഗ്രാന്യൂൾസ്. ഇനി ഫ്ലജല്ലയുടെ ഓർഗനൈസേഷൻ എന്തെന്ന് കണ്ടു, 9+2 ഓർഗനൈസേഷൻ. ഇനി അവന്റെ റൈബോസോം എന്താന്ന് കണ്ടു, 80S റൈബോസോം. ഇനി യൂകരിയോട്ട് ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും പ്ലസ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അപ്പോ ഇത്രയും പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നമ്മള് ട്രൈപാനോസോമേനെ കിങ്ഡം പ്രോട്ടിസ്റ്റേന്റെ താഴെ പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫംഗൈ ആർ കോസ്മോപൊളിറ്റൻ, റൈറ്റ് ദ റോൾ ഓഫ് ഫംഗൈ ഇൻ യുവർ ഡെയിലി ലൈഫ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫംഗൈ എങ്ങനെയാണ് കോസ്മോപൊളിറ്റൻ, അതായത് എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പോ അതിന് നമ്മുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, എന്തെങ്കിലും യൂസസ് ഉണ്ടെങ്കിൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫംഗൈ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താ, ഈസ്റ്റ്. ഇനി ഈസ്റ്റിന്റെ യൂസ് എന്താന്ന് ചോദിച്ചാല് എന്തു പറയും, ഫസ്റ്റ് യൂസ് ഓഫ് ഈസ്റ്റ് എന്താണ് നമുക്കറിയാം, ബേക്കിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബ്രൂവറിയിൽ യൂസ് ചെയ്യാം. ബ്രൂവറി അല്ലെങ്കിൽ ബേക്കിംഗ് ഇൻഡസ്ട്രി. ഇനി ഇത് ആരെയാണ് നമ്മൾ ബ്രൂവറി അല്ലെങ്കിൽ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്, സ്പെസിഫിക് ഓർഗാനിസം ചോദിച്ചാൽ എന്ത് പറയും, സാക്കറോമൈസസ്
സെർവീസിയം. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പോ സാക്രോമൈസസ് സെർവീസിയം എന്ന് പറഞ്ഞ ഈസ്റ്റിനെയാണ് നമ്മൾ ബ്രൂവറി അല്ലെങ്കിൽ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ റീസൺ എന്താണ് ഇത് യൂസ് ചെയ്യാൻ? എന്താണ്, അനേറോബിക് കണ്ടീഷനിൽ ഈ ഈസ്റ്റ് എന്ത് പ്രോസസ്സ് കൊണ്ടുവരും? ഫെർമെന്റേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഫെർമെന്റേഷൻ വഴി ലാസ്റ്റ് ആര് റിലീസ് ആവുന്നു? റിലീസ് ഓഫ് എത്തനോൾ ആൻഡ് CO2. ഇനി ഈ എത്തനോളും CO2 റിലീസ് ആവുന്നുണ്ടെങ്കിലും മെയിൻ യൂസ് ഇതിൽ ഏത് പ്രോഡക്റ്റിലാണ്? നമ്മുടെ CO2. ഇനി അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? CO2 നമ്മുടെ ഡോയിന് റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. റൈസ് ആയി നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണോ അതിനെ കൂടുതൽ പോറസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ CO2 റിലീസ് നടക്കുന്നത് ഏത് പ്രോസസ്സിലാണ്? ഫെർമെന്റേഷൻ, വിച്ച് ടേക്സ് പ്ലേസ് അണ്ടർ അനേറോബിക് കണ്ടീഷൻ. ഇനി ഇതിന്റെ യൂസേജ് കൊമേഴ്ഷ്യലി ബ്രൂവറി ആൻഡ് ബേക്കിംഗ് ഇൻഡസ്ട്രി. ഓർഗാനിസത്തിന്റെ പേര് സാക്രോമൈസസ് സെർവീസിയം. ഇനി മറ്റൊരു യൂസ് എന്താണ്? ഫംഗസിന്റെ വേറൊരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് ട്രൈക്കോഡെർമ ഒരു സോയിലില് ജീവിക്കുന്ന ഫംഗസ് ആണ്. സോയിൽ ഇൻഹാബിറ്റിംഗ് ഫംഗസ്. ഇനി ഇതിന്റെ ഫങ്ഷൻ എന്താന്ന് ചോദിച്ചാല് എന്താണ്? ഇറ്റ് കിൽസ് പൈത്തിയം ഫംഗസ്. മറ്റൊരു ഫംഗസ് ആയ പൈത്തിയം എന്ന പേരുള്ള ഒരു ഫംഗസിനെ അത് കിൽ ചെയ്യുന്നു. ആൻഡ് ഈ ഫംഗസ് എങ്ങനെയാണ്? ഇത് ഹാംഫുൾ ആണ്. എങ്ങനെ? ഇറ്റ് കോസസ് റൂട്ട് റോട്ട് കോസ് ചെയ്യുന്ന പൈത്തിയം ഫംഗസിനെ കില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രൈക്കോഡെർമ വിച്ച് സോയിൽ ഇൻഹാബിറ്റിംഗ് ഫംഗസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഫംഗസിന്റെ മെയിൻ 2 സാധനങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി മറ്റു ചില യൂസസ് നോക്കുകയാണെങ്കിൽ ഫേസ്റ്റ് നമ്മൾ പറഞ്ഞു ബ്രെഡ് ഉണ്ടാക്കാൻ ബ്രൂവറി അല്ലെങ്കിൽ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ സാക്കറോമൈസസ് സെർവീസ് അല്ലെങ്കിൽ ബേക്കേഴ്സ് ഈസ്റ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ആൻഡ് അതിൽ നിന്ന് റിലീസ് ആവുന്ന എത്തനോളും CO2 എങ്ങനെ ഡോയിന് റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി റോക്ക്ഫോർട്ട് ചീസ് എങ്ങനെയാണ് റൈപ്പൻ ചെയ്യുന്നത്? അതില് ഒരു സ്പെസിഫിക് ഫംഗൈ ഗ്രോ ചെയ്യുന്നതുകൊണ്ട്. ഇനി ഇത് ഇമ്പാർട്സ് ഇറ്റ് എ പെർട്ടിക്കുലർ ഫ്ലേവർ. ഇനി ബ്രൂവറീസ് അല്ലെങ്കിൽ ബെവറേജസ് ലൈക്ക് വൈൻ, ബിയർ, വിസ്കി, ബ്രാൻഡി ഓർ റം, ഇത്രയും കാര്യത്തിന് അഗെയിൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഈസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് അതില് സെയിം എക്സാമ്പിൾ സാക്രോമൈസസ് സെർവീസിയ ഫെർമെന്റേഷൻ വഴിയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഫെർമെന്റ്സ് മാൾട്ടഡ് സീരിയൽസ് ആൻഡ് ജ്യൂസസ്. ആൻഡ് ഇതുകൊണ്ട് തന്നെ അവർ എന്തും കൂടി വിളിക്കുന്നു? ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും കൂടി വിളിക്കുന്നു. ഇനി 2 കണ്ടു, ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ, ബ്രൂവറി ഇൻഡസ്ട്രിയിൽ ചീസ് ഉണ്ടാക്കാനൊക്കെ കണ്ടു. ഇനി ആന്റിബയോട്ടിക്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഏതിനാണ് ഉണ്ടാക്കുന്നത്? പെനിസിലിയം നൊട്ടേറ്റം ആൻഡ് പെനിസിലിയം ക്രൈസോജീനം. ഈ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയിംസും അറിഞ്ഞിരിക്കണം. ആൻഡ് പെനിസിലിൻ ഉണ്ടാക്കുന്ന ആൾക്കാർ പഠിച്ചു. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഗ്രിസിയോഫൾവിൻ ആരാ ഉണ്ടാക്കുന്നത്? അഗൈൻ പെനിസിലിയം ഗ്രിസിയോഫൾവം. ഇനി തേർഡ് എക്സാമ്പിൾ പറയുന്നത് സെഫലോസ്പോറിൻ ഉണ്ടാക്കുന്നത് ആരാണ്? സെഫാലോസ്പോറിയം ആക്രിമോണിയം. ഈ എക്സാമ്പിൾസ് മാത്സ് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി ജെന്റാമൈസിൻ ഉണ്ടാക്കുന്ന ആരാ? മൈക്രോമോണോസ്പോറ പെർപ്യൂരിയെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. ഇനി സൈക്ലോസ്പോറിന്റെ യൂസ് എന്താണ്? അതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന് റിജക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓർഗൻസ് എന്തായാലും മിസ്മാച്ച് വന്ന് ബോഡി അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ എന്തുണ്ടാക്കും? ഇമ്മ്യൂണിറ്റി ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് കൊടുക്കണം. അങ്ങനെയുള്ളൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ എ. ആൻഡ് അഗൈൻ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ഏത് ഫംഗൈ നിന്നാണ് ഉണ്ടാക്കുന്നത്? ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറഞ്ഞ ഫംഗസ് എന്നാണ് ഉണ്ടാക്കുന്നത്. ഇനി ബ്ലഡ് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിൻ അഗൈൻ ഒരു ഫംഗസ് എന്നാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ പേര് മൊണാസ്കസ് പെർപ്യൂരിയസ്. അതൊരു ഈസ്റ്റ് ആണ്. ഇനി എഡിബിൾ ആയിട്ടുള്ള എത്രയോ ഫംഗൈ ഉണ്ട്, ലൈക്ക് മഷ്റൂംസ്, മോറൽസ് അല്ലെങ്കിൽ മോർക്കെല്ല ആൻഡ് ട്രഫിൾസ്. ഇത്രയും എഡിബിൾ ഫംഗസ് ആയതുകൊണ്ട്
എഡിബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടി അതിനുണ്ട്. ഇനി ഇതേപോലെ തന്നെ കുറെ യൂസസ് പറഞ്ഞു. ഇതേപോലെ തന്നെ സെവറൽ ഡിസീസസും ആര് കോസ് ചെയ്യുന്നുണ്ട്? ഫംഗൈ കോസ് ചെയ്യുന്നുണ്ട് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് പ്ലാന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. അപ്പൊ എന്ത് കണ്ടു? റോൾ ഓഫ് ഫംഗൈ ഇൻ യുവർ ഡെയിലി ലൈഫ് നമ്മൾ കണ്ടു. ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൽഗെ ആർ നോൺ to reproduce asexually by variety of spores under different environmental conditions. ഇനി ഈ സ്പോർട്സിനെ നെയിം ചെയ്യുക ആൻഡ് ദി കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദേ ആർ പ്രൊഡ്യൂസ്ഡ്. ആൽഗെ asexual റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാക്കുന്ന സ്പോറിനെ ദാറ്റ് ടു അണ്ടർ ഡിഫറെന്റ് എൻവയൺമെന്റൽ കണ്ടീഷൻസ്. ഈ സ്പോർട്സിനെ നെയിം ചെയ്യുക ആൻഡ് അതിന്റെ കണ്ടീഷൻസ് ഏതാന്ന് കൂടി പറയാം അണ്ടർ വിച്ച് ഇതിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോ ഫസ്റ്റ് asexual റീപ്രൊഡക്ഷൻ എന്താണ്? നമുക്കറിയാം എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ്. അതിൽ ഏറ്റവും കോമൺ ഏതാണ്? സൂസ്പോർസ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താ? അവര് ഫ്ലജല്ലേറ്റഡ് ആണ് അല്ലെങ്കിൽ മോട്ടൈൽ ആണ് ആൻഡ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നു. ഇനി ഡിഫറെന്റ് ടൈപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് asexual റീപ്രൊഡക്ഷന്റെ. അതിൽ ഫസ്റ്റ് ടൈപ്പ് സൂസ്പോർസ്. ഫസ്റ്റ് ടൈപ്പ് ആയ സൂസ്പോർസ്. സൂസ്പോർസ് എങ്ങനെയാണ്? ഒന്നാമത്തത് തിൻ വോൾഡ് ആയിട്ടുള്ള സ്പോർസ് ആണ് ആൻഡ് അവര് മോട്ടൈൽ ആണ്. മോട്ടൈൽ ആയതുകൊണ്ട് എന്തെന്ന് പറയാൻ പറ്റും? ഫ്ലജല്ലേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അവരുടെ ഫേവറബിൾ കണ്ടീഷനിൽ എന്തുണ്ടാക്കുന്നു? അവര് സൂസ്പോർസ് ജെർമിനേഷൻ ചെയ്ത് ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നു. ഇനി സെക്കൻഡ് എക്സാമ്പിൾ പറയുന്നത് എ പ്ലാനോസ്പോർസ്. ഇനി ഈ എ പ്ലാനോസ്പോർസ് എങ്ങനെയാണ്? തിൻ വോൾഡ് ആണ്, നോൺ മോട്ടൈൽ ആണ് ആൻഡ് ഇത് ഏത് കണ്ടീഷനിലാണ് ഉണ്ടാവുന്നത്? അൺഫേവറബിൾ കണ്ടീഷനിലാണ് എ പ്ലാനോസ്പോർസ് ഉണ്ടാവുന്നത്. അപ്പോ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് എ പ്ലാനോസ്പോർസ് നോൺ മോട്ടൈൽ ആണെന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് അവർ ഉണ്ടാവുന്നത് അൺഫേവറബിൾ കണ്ടീഷനിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനി തേർഡ് ടൈപ്പ് എന്താണ്? ഹിപ്നോസ്പോർസ്. ഹിപ്നോസ്പോർസ് ഇതേപോലെ എങ്ങനെയാണ്? അവര് തിക്ക് വോൾഡ് ആണ് ആൻഡ് അഗൈൻ അവര് അൺഫേവറബിൾ കണ്ടീഷനിലാണ് ഉണ്ടാക്കുന്നത് ആൻഡ് അവര് നോൺ മോട്ടൈലും കൂടിയാണ്. ഇനി എ പ്ലാനോസ്പോർസും ഹിപ്നോസ്പോർസും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അതിന്റെ വോളിന്റെ കോമ്പസിഷൻ അല്ലെങ്കിൽ വോളിന്റെ സ്ട്രക്ചറിലാണ് ഡിഫറൻസ്. എ പ്ലാനോസ്പോർസ് തിൻ വോൾഡും ഹിപ്നോസ്പോർസ് എങ്ങനെയാണ്? തിക്ക് വോൾഡും ആണെന്ന് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് സെയിം ആണ്. നോൺ മോട്ടൈൽ ആണ് രണ്ടും ആൻഡ് അൺഫേവറബിൾ കണ്ടീഷനാണ് ഉണ്ടാവുന്നത്. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് ഏകൈനീറ്റ്സ്. ഏകൈനീറ്റ്സ് എന്താണ്? അവർ ആക്ച്വലി അൺഫേവറബിൾ കണ്ടീഷനിൽ ഉണ്ടാവുമ്പോ അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോ എൻറ്റയർ സെല്ല് തിക്കായി ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ, അതായത് വെജിറ്റേറ്റീവ് സെൽസിനെ, വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് സെൽ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഏകൈനീറ്റ്. അപ്പോ നോട്ട് ചെയ്യേണ്ട പോയിന്റ് അൺഫേവറബിൾ കണ്ടീഷൻ, എൻറ്റയർ സെൽ ബിക്കംസ് തിക്ക്. അതിന്റെ വാളിനെ പറ്റിയൊന്നും പറയുന്നില്ല, ജസ്റ്റ് അതിനൊരു തിക്ക് സെൽ വാൾ അല്ലെങ്കിൽ എൻറ്റയർ സെല്ല് തിക്കാവുന്നു ജസ്റ്റ് പറയുന്നു. ഇനി പാമെല്ല സ്റ്റേജ്, ഫിഫ്ത് ആയിട്ടുള്ളത് പാമെല്ല സ്റ്റേജ് ആൻഡ് അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? ഡ്രോട്ടിന്റെ കണ്ടീഷൻസിൽ വെൻ പ്രോട്ടോപ്ലാസ്റ്റ് സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് കവറിങ്. അതായത് പ്രോട്ടോപ്ലാസ്റ്റിന് ചുറ്റും, അതായത് ദ ഹോൾ സെൽ മെമ്പറൈനെല്ലാം ചുറ്റും എന്തുണ്ടാവുന്നു? ഒരു ജെലാറ്റിനസ് കവറിങ് വന്ന് ഫോം ചെയ്ത് അതിന്റെ സ്ട്രക്ചറിനെ വിളിക്കുന്നതാണ് പാമെല്ല സ്റ്റേജ്. അപ്പോ ടൈപ്സ് ഓഫ് asexual റീപ്രൊഡക്ഷൻ നമ്മൾ ഏതൊക്കെ സ്പോർട്സ് ആണ് ആൻഡ് ഏതൊക്കെ കണ്ടീഷനിലാണ് ഉണ്ടാവുന്നത് ആൻഡ് അത് അവരുടെ ഫീച്ചേഴ്സ്, മോട്ടൈൽ ആണോ, വോൾഡ് എങ്ങനെയാണ്, തിൻ വോൾഡ് ആണോ, തിക്ക് വോൾഡ് ആണോ, ഇത്രയും കാര്യങ്ങൾ ആൻഡ് മോട്ടിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, apart from chlorophyll, algae have several other pigments in their chloroplast. ഇനി what pigments are found in blue, green, red and brown algae that are responsible for their characteristic color? ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആൽഗയിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പിഗ്മെന്റ്സ് ഉണ്ടെന്ന് അറിയാം എവിടെ? ക്ലോറോപ്ലാസ്റ്റില്. ആൻഡ് ഇതിന്റെ ബ്ലൂ, ഗ്രീൻ ആൽഗെ, റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ, ഇതിന്റെ റെസ്പെക്റ്റീവ്ലി ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക് കളർ കൊടുക്കുന്ന പിഗ്മെന്റ്സ് ആണ് ഉള്ളതെന്നാണ് ജസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റില് മെയിൻ ആയിട്ടുള്ള നമുക്കറിയാം ഏത് പിഗ്മെന്റ് ആണ്? ക്ലോറോഫിൽ. ആൻഡ് ക്ലോറോഫിൽ അല്ലാണ്ട് ആൽഗയിൽ വേറെ എന്തൊക്കെ പിഗ്മെന്റ്സ് ഉണ്ട്? കാരോട്ടിനോയിഡ്സ്, സാന്തോഫിൽസ്, ആർഫെറിക്, ഫൈക്കോ എറിത്രിൻ,
ഇനി ബ്ലൂ ഗ്രീൻ ആൽഗയിൽ സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നമുക്കറിയാം പ്ലാൻ കിങ്ഡത്തിൽ നമ്മൾ ടേബിൾ വരച്ചപ്പോ പറഞ്ഞിരുന്നു ഏത് ബ്ലൂ ഗ്രീൻ ആൽഗയിൽ എന്തൊക്കെ ഉണ്ട്? ഫൈക്കോ സയാനിൻ ഉണ്ട്, ആർ ഫൈക്കോ എറിത്രിൻ ഉണ്ട്, ബിസൈഡ്സ് ക്ലോറോഫിൽ എ. അപ്പോ ഇനി ബ്ലൂ ഗ്രീൻ ആൽഗ കഴിഞ്ഞു. ഇനി ബ്രൗൺ ആൽഗയിൽ നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിച്ചത്? ബ്രൗൺ ആൽഗയിൽ ആദ്യം പറയേണ്ട പോയിന്റ് ക്ലോറോഫിൽ ഏതൊക്കെയാണ് ഉള്ളത്? ക്ലോറോഫിൽ എ ആൻഡ് സി. ഇനി ക്ലോറോഫിൽ കൂടാണ്ട് വേറെ ഏതൊക്കെ പിഗ്മെന്റ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം എന്ത് കെറോട്ടിനോയിഡ്സ് ഉണ്ട്, സാന്തോഫിൽസ് ഉണ്ട്. ഇനി റെഡ് ആൽഗയില് ഫസ്റ്റ് ക്ലോറോഫിലെ ഏതൊക്കെ ടൈപ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലോറോഫിൽ എ ആൻഡ് ഡി ആണെന്ന് നമുക്കറിയാം. ഇനി റെഡ് ആൽഗയിൽ ഇമ്പാർട്ട് ചെയ്യുന്ന കളറിന് കാരണം ആരാണ്? ഫൈക്കോ എറിത്രിൻ. അപ്പോ ഇതാണ് ആ ക്വസ്റ്റ്യനിൽ വരുന്ന കീ പോയിന്റ്സ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി ഇതിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാണെങ്കിൽ എന്തെഴുതാൻ പറ്റും? ക്ലോറോഫിൽ അല്ലാണ്ട് ജനറലി ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് ആണ് കെറോട്ടിനോയിഡ്സ്, സാന്തോഫിൽസ്, ഫൈക്കോ എറിത്രിൻ, ഇത്രയും കാര്യങ്ങൾ. ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗയിൽ സ്പെസിഫിക്കലി ക്ലോറോഫിൽ എ ഉണ്ട്, ഫൈക്കോ സയാനിൻ ഉണ്ട്, ആൻഡ് ആർ ഫൈക്കോ എറിത്രിൻ ഉണ്ട്. ഇനി ബ്രൗൺ ആൽഗയിൽ ചോദിക്കുകയാണെങ്കിൽ ക്ലോറോഫിൽ ഏതൊക്കെ ടൈപ്സ് ആണ്? എ ആൻഡ് സി. ഇനി അത് കൂടാണ്ട് കെറോട്ടിനോയിഡ്സും സാന്തോഫിൽസും ഉണ്ട്. ഇനി അവരുടെ കളർ എങ്ങനെയാണ്? ഏത് കളറാണ് ഇമ്പാർട്ടഡ് ആവുന്നത് ഡ്യൂ ടു ദീസ് പിഗ്മെന്റ്സ്? ഇറ്റ് റേഞ്ചസ് ഫ്രം ഒലിവ് ഗ്രീൻ ടു വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ. ഇത് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ദ എമൗണ്ട് ഓഫ് സാന്തോഫിൽ പിഗ്മെന്റ് ഫ്യൂക്കോസാന്തിൻ പ്രസന്റ് ഇൻ ദം. അത് ഇമ്പോർട്ടന്റ് ആണ്. സാന്തോഫിൽ പിഗ്മെന്റ് ആയ ഫ്യൂക്കോസാന്തിൻ ഡിസൈഡ് ചെയ്യും അതിന് ഏത് കളർ വേണം. ഒലിവ് ഗ്രീൻ തൊട്ട് വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗണിൽ എത്ര ഇന്റൻസിറ്റിയിൽ കളർ വേണം എന്നുള്ളത്. ഇനി റെഡ് ആൽഗയിലാണെങ്കിലോ ക്ലോറോഫിൽ എ ആൻഡ് ഡി ഉണ്ട്, ആൻഡ് ഫൈക്കോ എറിത്രിൻ. ഇനി റോഡോഫൈസിയനെ റെഡ് ആൽഗി എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? പ്രിഡോമിനൻസ് ഓഫ് റെഡ് പിഗ്മെന്റ്. ആൻഡ് ഈ റെഡ് പിഗ്മെന്റ് ഏതാണ്? അതിന് മേജർ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ഫൈക്കോ എറിത്രിൻ. ആർ ഫൈക്കോ എറിത്രിൻ ആണ് അതിന് റെഡ് പിഗ്മെന്റ് അല്ലെങ്കിൽ റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മേക്ക് എ ലിസ്റ്റ് ഓഫ് ആൽഗെ ആൻഡ് ഫംഗൈ ദാറ്റ് ഹാവ് കൊമേഴ്ഷ്യൽ വാല്യൂ ആസ് സോഴ്സ് ഓഫ് ഫുഡ്, കെമിക്കൽസ്, മെഡിസിൻ ആൻഡ് ഫോഡർ. ആൽഗയും ചോദിച്ചിട്ടുണ്ട്, ഫംഗയും ചോദിച്ചിട്ടുണ്ട്. ഇനി ആൽഗയിൽ എന്ത് യൂസ്ഡ് ആസ് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഉണ്ട് എന്ന് നെയിം ചെയ്താൽ എന്തൊക്കെ പറയാൻ പറ്റും? പോർഫൈറ, ലാമിനേരിയ. ഈ രണ്ട് എക്സാമ്പിളും നമ്മൾ പ്ലാൻ കിങ്ഡത്തിൽ ഏതിലാണ് പഠിച്ചത്? അതായത് എഡിബിൾ ആയിട്ടുള്ള ആൽഗിന്റെ താഴെയാണ് പഠിച്ചത്. ഇനി റിച്ച് ഇൻ പ്രോട്ടീൻ, അതായത് സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ പോകുമ്പോ കൂടെ എടുക്കുന്നത്, അതായത് റിച്ച് ഇൻ പ്രോട്ടീൻ ആയ ഏത് ആൽഗി ഉണ്ട്? ക്ലോറെല്ല, സ്പൈറുലിന. ഇനി നമുക്കറിയാം വേറെ കുറെ ടൈപ്സ് ഓഫ് ആൽഗെ കുറെ തരം ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ടാക്കുന്നു. ആൻഡ് ഹൈഡ്രോകൊളോയിഡ്സിന് എന്തുണ്ട്? കമേഴ്ഷ്യൽ യൂസസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഒരു ഹൈഡ്രോകൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ് അഗാർ. നമുക്കറിയാം അഗാർ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ടൊക്കെ നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ആൻഡ് ഇത് ഏതിൽ നിന്നാണ് എടുക്കുന്നത്? അഗാർ ഇസ് ടേക്കൺ ഫ്രം ജെലീഡിയം ആൻഡ് ഗ്രാസിലേരിയ. ഇനി ഇവരുടെ യൂസസ് എന്താ? യൂസ് ടു ഗ്രോ, യൂസ്ഡ് ഇൻ ഐസ്ക്രീംസ്. ഐസ്ക്രീംസിലെ തിക്കനിങ് അല്ലെങ്കിൽ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് നമ്മൾ അഗാറിനെ യൂസ് ചെയ്യും. ആൻഡ് സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് ജനറലി അതായത് ലാബ്സിലൊക്കെ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? അഗാറിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് വന്നത്? ആൽഗയിൽ കുറച്ച് നോട്ടീസബിൾ ആയിട്ടുള്ള യൂസസ് ഉള്ള ആൽഗെ, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൈപ്സ് ഓഫ് ആൽഗെ. ഇനി ഫംഗൈല് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഫംഗൈന്റെ കൊമേഴ്ഷ്യൽ യൂസസും ബാക്കിയുള്ള കാര്യങ്ങളും. അതിൽ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഫംഗൈന്റെ എക്സാമ്പിൾ പഠിച്ചിരുന്നു. ട്രഫിൾസ്, മോർക്കെല്ല ആൻഡ് മഷ്റൂം, ഇതൊക്കെ എങ്ങനെയാണ്? എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ്. ഇനി
പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ബൈ ഫെർമെന്റിങ് നമ്മുടെ മാൾട്ടഡ് സീരിയൽസിനെ ഫെർമെന്റ് ചെയ്ത് ആൽക്കഹോൾ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യും. ഇനി ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ഒരു യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സൈക്ലോസ്പോറിൻ. ആരെന്താണ് എടുക്കുന്നത്? ട്രൈക്കോഡെർമ പോളിസ്പോറം. ഇനി മൊണാസ്കസ് പെർപ്യൂരേസ് നമ്മൾ വേറെ സാധനം എടുത്തിരുന്നു. എന്ത്? കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആയ സ്റ്റാറ്റിൻ. ഇനി ഇത് കൂടാതെ നമ്മൾ ആക്ച്വലി കുറച്ച് യൂസസും പറഞ്ഞിരുന്നു. ഇത് പെനിസിലിയം സ്പീഷീസ് എത്രയോ എണ്ണങ്ങൾ, ക്രൈസോജീനം, നൊട്ടേറ്റം, ഇവരൊക്കെ കുറെ ആന്റിബയോട്ടിക്സിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോ ആൽഗേന്റെ യൂസസ് ചോദിച്ച് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു, ഫംഗൈന് കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ എങ്ങനെയാണ്? പോർഫൈറ, ലാമിനേരിയ, സർഗാസം ഇവരൊക്കെ എങ്ങനെയാണ്? among the 70 species of marine algae food ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പോർഫൈറ, ലാമിനേരിയ, സർഗാസം ഈ മൂന്നെണ്ണത്തിന്റെ എക്സാമ്പിളും ഓർത്തിരിക്കുക. ഇനി ക്ലോറല്ല, സ്പൈരുലിന ഇത് രണ്ടും എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയാണ് വിച്ച് ഇസ് റിച്ച് ഇൻ പ്രോട്ടീൻസ് ആൻഡ് സ്പേസ് ട്രാവലേഴ്സിന് ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഏതിനെ യൂസ് ചെയ്യുന്നു? സ്പൈരുലിനേനെയും ക്ലോറലിനെയും യൂസ് ചെയ്യുന്നു. ഇനി ചില മെറീൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈഡ്രോകൊളോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈഡ്രോകൊളോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്താ? ദേ ആർ കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് വാട്ടർ. അപ്പൊ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആയ ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ടാക്കുന്നു. ഇനി അതിന്റെ വേറെ പേര് ഫൈക്കോകൊളോയിഡ്സ്. ഇനി എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ആൽജിൻ ആരിൽ നിന്നുണ്ടാക്കി? ബ്രൗൺ ആൽഗയിൽ നിന്നുണ്ടാക്കി. കെരാജിൻ റെഡ് ആൽഗയിൽ നിന്നുണ്ടാക്കി. ഇനി കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയ അഗർ ആരിൽ നിന്നുണ്ടാക്കി? ജെലീഡിയം, ഗ്രാസിലേരിയ തുടങ്ങിയ എക്സാമ്പിൾസ് നമുക്ക് ഉണ്ടാക്കാം. ഇനി they are also used in preparations of ice creams and jellies. സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് നമ്മൾ അഗാറിനെ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും? ഹൈഡ്രോകൊളോയിഡ്സ്. ആൻഡ് ഏതിന്ന് ഡിറൈവ് ചെയ്തെടുത്തു? മറീൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗിന്ന്. ഇനി ബ്രൗൺ ആൽഗിന്ന് എന്തുണ്ടാക്കുന്നു? ആൽജിൻ കിട്ടി. ആൻഡ് റെഡ് ആൽഗിന്ന് കെരാജിൻ കിട്ടി. മാച്ച് ദി ഫോളോയിങ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് കറക്റ്റ് ചോദിച്ചാല് ആൽജിൻ ആരോടാണ് മാച്ച് ചെയ്യേണ്ടത്? ബ്രൗൺ ആൽഗേനോട്. ആൻഡ് കെരാജിൻ വിത്ത് റെഡ് ആൽഗെ. ഇനി ഒരു റെഡ് ആൽഗേന്റെ എക്സാമ്പിൾ ആയ പോളിസിഫോണിയിൽ നിന്ന് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? നമുക്ക് ബ്രോമിൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി മാക്രോസിസ്റ്റിസ് എന്ന് പറഞ്ഞ വേറൊരു എക്സാമ്പിൾ ഇസ് എ സോഴ്സ് ഓഫ് പൊട്ടാഷ്. ഇനി ലാമിനേരിയ ആൻഡ് ഫ്യൂക്കസ് ഇവര് എന്തിന്റെ സോഴ്സ് ആണ്? അയഡിന്റെ സോഴ്സ് ആണ്. അപ്പോ ബ്രോമിൻ, പൊട്ടാഷ്, അയഡിൻ ഈ മൂന്നെണ്ണം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റെസ്പെക്റ്റീവ് ആൽഗേന്റെ ജസ്റ്റ് പഠിച്ചിരിക്കുക, എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൈ. ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും പറയേണ്ടത്? എഡിബിൾ ഫംഗൈനെ കുറിച്ച് പറയണം. എഡിബിൾ ഫംഗൈന്റെ എക്സാമ്പിൾ മഷ്റൂം, മോറൽസ് ആൻഡ് ട്രഫിൾസ്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നമുക്കറിയാം ബെവറേജസ് ഉണ്ടാക്കാൻ ഫെർമെന്റിങ് മാൾട്ടഡ് സീരിയൽസ് ആൻഡ് ജ്യൂസസ്, അതുകൊണ്ട് അതിനെ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് വിളിക്കും. ഇനി ബേക്കറീസിൽ ഉപയോഗിക്കും. എങ്ങനെ? ഡോ റൈസ് ചെയ്യാൻ വേണ്ടി, കേക്ക്സും മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നു? ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ബേക്കേഴ്സ് ഈസ്റ്റ്, ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ ആരെ വിളിച്ചു? സാക്കറോമൈസസ് സെർവീസിയനെ വിളിച്ചു. ഇനി ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് യൂസ്ഡ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് എന്ത്? സൈക്ലോസ്പോറിൻ എ. ആൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ട്രൈക്കോഡെർമ പോളിസ്പോറം വിച്ച് ഇസ് അഗൈൻ എ ഫംഗസ്. ഇനി സ്റ്റാറ്റിൻസ് by Monascus purpureus which acts as blood cholesterol lowering agent. ഇനി ആന്റിബയോട്ടിക്സിന്റെ എക്സാമ്പിൾ എന്താണ്? പെനിസിലിയം ആരിൽ നിന്ന്? പെനിസിലിയം നൊട്ടേറ്റം ആൻഡ് പെനിസിലിയം ക്രൈസോജീനം. ഗ്രിസിയോഫൾവിൻ പെനിസിലിയം ഗ്രിസിയോഫൾബം. സെഫലോസ്പോറിയം ആക്രിമോണിയം. ഇനി ജെൻഡാമൈസിൻ മൈക്രോമോണോസ്പോറ പെർപ്യൂരിയം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? ആൽഗേന്റെയും ഫംഗൈന്റെയും കുറച്ച് കൊമേഴ്ഷ്യൽ വാല്യൂസും യൂസസും ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ്ലി രണ്ടും ഡിസ്കസ് ചെയ്തു. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എവിടെയെങ്കിലും കീ പോയിന്റ്സ് പോലെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ത്? പീറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ഫ്യൂവൽ ഇൻ സെവറൽ കൺട്രീസ്. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ ഇസ് പീറ്റ് ഫോംഡ് ഇൻ നേച്ചർ? പീറ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്? ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ഫ്യൂവൽ. ഇനി
നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോ അറിയിരുന്നു ഒരു മോസിനെ നമ്മൾ പീറ്റ് മോസ് എന്ന് വിളിച്ചിരുന്നു. ആ മോസിന്റെ പേരെന്താണ്? സ്ഫാഗ്നം അല്ലെങ്കിൽ പീറ്റ് മോസ് അല്ലെങ്കിൽ ബോഗ് മോസ്. ഇനി ഈ സ്ഫാഗ്നം അല്ലെങ്കിൽ പീറ്റ് മോസ് അല്ലെങ്കിൽ ബോഗ് മോസ് എന്ന് വിളിക്കുന്ന സാധനം എന്ത് ചെയ്യുന്നു? അവര് എവിടെ ഗ്രോ ചെയ്യുന്നു? ദേ ഗ്രോ ഇൻ ആസിഡിക് നേച്ചർ അല്ലെങ്കിൽ ആസിഡിക് മീഡിയം ഉള്ള എൻവയൺമെന്റിൽ. ഫോർ എക്സാമ്പിൾ ഇൻ ദ ബോഗ്. കാരണം എന്താ? ഡ്യൂ ടു ആസിഡിറ്റി, അതായത് അവർക്ക് ആസിഡിക് എൻവയൺമെന്റ് വേണം. ആൻഡ് ഈ ആസിഡിറ്റി ഉള്ളതുകൊണ്ടാണ് അവരവിടെ വളരുന്നത്. എവിടെ? ബോഗിൽ വളരുന്നത്. അവിടെ ആസിഡിക് മീഡിയം മെയിൻറ്റൈൻഡ് ആവുന്നതുകൊണ്ട്. ഇനി ഈ ആസിഡിറ്റി എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ എന്ത് പറയും? നമുക്കറിയാം എന്ത്, ഈ ബോഗ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ലെസൺ നമ്പർ ഓഫ് ബാക്ടീരിയ ആയിരിക്കും. ആൻഡ് ലെസൺ നമ്പർ ഓഫ് ബാക്ടീരിയ ആകുമ്പോൾ നമുക്കറിയാം അവിടെ ഉള്ള സെൽസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗാനിസംസിനെ സെൽസിനെ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ ലെസൺ നമ്പർ ഓഫ് ബാക്ടീരിയ ആയതുകൊണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആസിഡിക് മീഡിയം അല്ലെങ്കിൽ ആസിഡിക് നേച്ചർ മെയിൻറ്റൈൻഡ് ആയിരിക്കും. ഇനി ഈ സ്ഫാഗ്നം എങ്ങനെ? ഈ ഡെഡ് ആയിട്ടുള്ള സെൽസിനെ വിച്ച് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഡീഗ്രേഡഡ് അവിടുന്ന് വാട്ടറിനെ അപ്ടേക്ക് ചെയ്യും അല്ലെങ്കിൽ വാട്ടറിനെ വലിച്ചെടുത്ത് അവര് വാട്ടർ ഹോൾഡ് ചെയ്ത് നിൽക്കും. അതായത് അവരുടെ വാട്ടർ അപ്ടേക്ക് കൂടുതലാണ് ആൻഡ് ദേ ഹോൾഡ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ആൻഡ് ഇങ്ങനെ വാട്ടർ ഹോൾഡ് ചെയ്ത് കുറെ കാലം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാ? അവരുടെ ഫോസിലൈസേഷൻ നടക്കുമ്പോ പതുക്കെ പീറ്റ് ഇസ് ഫോംഡ്. ആൻഡ് ഈ പീറ്റ് എന്തിനെ യൂസ് ചെയ്യുന്നു പറഞ്ഞു? പീറ്റ് ഇസ് ദ സോഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ഫ്യൂവൽ. അപ്പോ ബോഗിലെ ആസിഡിക് നേച്ചർ എന്തുകൊണ്ടാണ്? ഈ ആസിഡിറ്റി ഇൻകംപ്ലീറ്റ് ഡീഗ്രഡേഷൻ. ആരുടെ ഡീഗ്രഡേഷൻ? ഇൻകംപ്ലീറ്റ് ഡീഗ്രഡേഷൻ ഓഫ് ദി സെൽ അല്ലെങ്കിൽ ഈ മോസിന് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഇവിടെ ഇൻകംപ്ലീറ്റ് ഡീഗ്രഡേഷൻ നടക്കുന്നത്? ഡ്യൂ ടു ലെസർ നമ്പർ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയന്റെ എണ്ണം കുറവായതുകൊണ്ട് അവര് കംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ആവുന്നില്ല. ആൻഡ് ആ സെൽസ് ഇൻകംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ആവുന്നു. ആൻഡ് ഈ ഇൻകംപ്ലീറ്റ്ലി ഡീഗ്രേഡഡ് ആയ സെൽസിന് ചില ഹൈലിൻ പോർസ് ഉണ്ടാവും. അവർക്ക് ഡെഡ് ഹൈലിൻ പോർസ് ഉണ്ടാവും. ആൻഡ് ഇതിന്റെ ഗുണം എന്താണ്? അവര് അപ്ടേക്ക് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യും. അപ്ടേക്ക് ഓഫ് വാട്ടർ കൂട്ടും. അപ്ടേക്ക് ഓഫ് വാട്ടർ കൂട്ടുമ്പോൾ അവരുടെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അതേപോലെ കൂടും. ഇനി ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടിയ ഡെഡ് ഹൈലിൻ പോർസിൽ കൂടെ വെള്ളമൊക്കെ വലിച്ചെടുത്ത് ആ ഡെഡ് സെൽസ് എങ്ങനെ ഇൻകംപ്ലീറ്റ്ലി ഡീഗ്രേഡഡ് ആയി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടി കുറെ കാലം കൊണ്ട് ഫോസിലൈസേഷൻ നടക്കുമ്പോ എന്ത് ഫോം ചെയ്യും? പീറ്റ് ഫോർമേഷൻ നടക്കും. അപ്പോ ഈ ഉണ്ടാവുന്ന പീറ്റ് നമുക്ക് ഡൊമസ്റ്റിക് ഫ്യൂവലിന്റെ ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോ സ്ഫാഗ്നം എങ്ങനെ ആസിഡിക് നേച്ചർ ആണ് അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ളത്. ആൻഡ് ഡ്യൂ ടു ആസിഡിറ്റി, കാരണം എന്താ? ഇൻകംപ്ലീറ്റ് ഡീഗ്രഡേഷൻ ഓഫ് ദി സെൽ. കാരണം എന്താ? ബോഗില് അവർ വളരുന്ന സ്ഥലത്ത് ലെസർ നമ്പർ ഓഫ് ബാക്ടീരിയ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആൻഡ് അവരുടെ ഡെഡ് ഹൈലിൻ പോർസിന്റെ ഉള്ളിൽ കൂടി വെള്ളം അവർ വലിച്ചെടുക്കും. ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും. ആൻഡ് കുറെ കാലം കഴിഞ്ഞ് ഫോസിലൈസേഷൻ നടക്കുമ്പോൾ അവര് പീറ്റ് ഫോർമേഷൻ നടത്തും. ഇത്രയും കാര്യങ്ങള് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം. അപ്പൊ അതിന്റെ പോയിന്റ് എന്താ? സ്ഫാഗ്നം അതായത് ഒരു മോസ് അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? പീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈ പീറ്റ് എന്താണ്? അതിന്റെ യൂട്ടിലൈസേഷൻ യൂസ്ഡ് എസ് ഫ്യൂവൽ. ഇനി അവരുടെ കപ്പാസിറ്റി എന്താണ്? ടു ഹോൾഡ് വാട്ടർ. അപ്പോ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ട് അവര് ഒരു നല്ല പാക്കിംഗ് മെറ്റീരിയൽ ആണ്. എന്തിന്? ലിവിങ് മെറ്റീരിയൽസിനെ ഷിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇനി പീറ്റ് ഇസ് ഫോംഡ് വെൻ എങ്ങനെ? പ്ലാന്റ് മെറ്റീരിയൽ ഫുള്ളി ഡീകേ ചെയ്യാണ്ട് ആസിഡിക് എൻവയൺമെന്റിലും അനേറോബിക് കണ്ടീഷൻസിലും കുറെ കാലം കിടക്കുമ്പോൾ അവരെങ്ങനെയാ? അവര് കംപ്രസ്ഡ് ആവുന്നു. ആൻഡ് ഈ പ്രഷറിൽ ഈ വാട്ടർ, അതായത് വാട്ടർ ഹോൾഡ് ചെയ്യുന്നത് നമുക്കറിയാം ഡെഡ് ഹൈലിൻ പോർസിൽ കൂടി വെള്ളം വലിച്ചെടുക്കുന്ന അറിയാം. ഈ പിടിച്ചു വെച്ച വെള്ളം ഇസ് ഫോഴ്സ്ഡ് ഔട്ട്. ആൻഡ് ഇത് ഫോഴ്സ്ഡ് ഔട്ട് ആയി, അതായത് തള്ളി പുറത്തേക്ക് വന്നു. ആൻഡ് ഇത് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ യൂസ് ചെയ്യാം? പീറ്റിനെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ എങ്ങനെയാണ് പീറ്റസ് ഫോംഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 5th ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇസ് എ ഡൈനാമിക് ആൻഡ് എവർ ഇവോൾവിംഗ് ഫിനോമിനൻ which keeps changing with our understanding of life forms. Justify the statement taking any two examples. അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഓർഗാനിസംസിന് ഡിഫറെന്റ് ഹെഡിങ്സിന് താഴെ ക്ലാസിഫൈ ചെയ്യുക, അതായത് ഐഡന്റിഫൈ ചെയ്യുക, ഈസിലി അവരുടെ സിമിലാരിറ്റീസും ഡിഫറൻസും മാറ്റി 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 കണ്ടുപിടിച്ച് അവരെ ഈസി ആയിട്ട് പഠിക്കാൻ, അതായത് നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാം. അതായത് ഇത് എപ്പോഴും ഇവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഡിഫറെന്റ് പേഴ്സ്പെക്ടിവ്സ് സയന്റിസ്റ്റ് കൊണ്ടുവരുന്നതിനനുസരിച്ച് മുമ്പ് 2 ഗ്രൂപ്പ്സ് ഒരേ ഗ്രൂപ്പിലായിരുന്നെങ്കിൽ പിന്നീട് വന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു? അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ ക്ലാസിഫൈ ചെയ്തു. കാരണം എന്താ? മറ്റ് ചില പേഴ്സ്പെക്ടിവ്സ് കണക്കിലെടുത്ത പേഴ്സ്പെക്ടിവ്സ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് എന്ന് കണ്ടുപിടിച്ചപ്പോൾ അവരെന്റെ കിങ്ഡമും കാര്യങ്ങളും ക്ലാസിഫിക്കേഷന്റെ ഹെഡിങ്സും ഒക്കെ മാറ്റി. ഇതിന് 2 എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാ? കരോളസ് ലിനേയസ്. ഇയാള് മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ലിനേയസ് മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ കിങ്ഡത്തിൽ ആരൊക്കെ ഉണ്ട്? പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഇനി ഇത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ആര് വന്നു? റോബർട്ട് വിറ്റേക്കർ വന്നു. ആൻഡ് ഇയാൾ എന്ത് പ്രൊപ്പോസ് ചെയ്തു? ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ കിങ്ഡംസ് ഉണ്ട്? നമുക്കറിയാം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഇനി ഇതിന്റെയും കുറെ കാലം കഴിഞ്ഞ് ആര് വന്നു? കാൾ വീസ് വന്നു. ആൻഡ് ഇയാള് ഏത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ഇനി ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെയായിരുന്നു? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, ആനിമേലിയ. അപ്പോ 5 കിങ്ഡം കഴിഞ്ഞ് 6 കിങ്ഡം വന്നപ്പോ ഈ എക്സ്ട്രാ വന്നത് ആരായിരിക്കും എന്നല്ല നമ്മുടെ ഇനി സംശയം. എക്സ്ട്രാ വന്നത് അയാള് കിങ്ഡം മൊനീറിനെ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്തു. മൊനീറ ഉണ്ട്, ബാക്കിയുള്ള പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് മൊനീറിനെ അഗെയിൻ ഡിഫറെന്റ് ഡൊമെയിൻസ് ആയിട്ട് 2 ഡൊമെയിൻ ആയിട്ട് അയാൾ തിരിച്ചു. ഇനി ഇതിലേതൊക്കെ വന്നു? ഒന്ന് യു ബാക്ടീരിയ, രണ്ടാമത്തേത് ആർക്കെ ബാക്ടീരിയ. ഇനി ഇവരെ ക്ലാസിഫൈ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക് എന്തായിരുന്നു? ഡ്യൂ ടു സെൽ വാളിലുള്ള മേജർ ഡിഫറൻസസ്. ഇനി 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു കാൾ വീസ്. ഇനി ഇതേപോലെ തന്നെ നമുക്കറിയാം കുറെ ഓർഗാനിസംസ്, അതായത് ഒരു ഗ്രൂപ്പിലും പെടാത്ത കുറെ ഓർഗാനിസംസിനെ നമ്മൾ പഠിച്ചതാണ്. ആരൊക്കെ? വൈറസ് ആയാലും വൈറോയിഡ്സ്, പ്രയോൺസ്, ഇവരൊക്കെ അണ്ടർ ഏത് കിങ്ഡം ആണെന്ന് ചോദിക്കുമ്പോ നമുക്ക് ആൻസർ ഉണ്ട്. എന്താ? അവർ ഒരു കിങ്ഡത്തിൽ വരുന്നതല്ല. ക്ലാസിഫൈഡ് അണ്ടർ നോ കിങ്ഡം, അല്ലെങ്കിൽ നോട്ട് ക്ലാസിഫൈഡ് ഇൻ എനി കിങ്ഡം നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ക്ലാസിഫിക്കേഷൻ, സയന്റിസ്റ്റ് ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഇവല്യൂഷനും ബാക്കിയുള്ള ഇവോൾവ് ചെയ്യുന്ന രീതിയും ഒക്കെ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും അവര് എന്ത് ചെയ്തു? മാറ്റി മാറ്റി കൊണ്ടുവന്നു. അതായത് അവര് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും ഇവോൾവ് ആയി ഏത് ഓർഗാനിസംസിന്റെ എവല്യൂഷൻ കൊണ്ടുവരുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്താൽ ഇനി 2 എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ എക്സാമ്പിൾസ് എന്താണ്? NCERT ഓൾറെഡി ഉണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റയില് അതിനു മുമ്പ്, കിങ്ഡം പ്രോട്ടിസ്റ്റ വരുന്നതിന് മുമ്പ് വരെ എങ്ങനെ ക്ലമൈഡോമോണസും ക്ലോറല്ലയും അമീബയും പാരമീഷ്യയും ഒക്കെ വേറെ വേറെ ആയിരുന്നു. കാരണം എന്താ? ക്ലമൈഡോമോണസും ക്ലോറല്ലയും ആദ്യം ആൽഗേന്റെ താഴെയാണ് പ്ലേസ് ചെയ്തിരുന്നത്. കാരണം എന്താ? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സെൽ വാൾസ്. സെൽ വാൾ ഉണ്ടോ? അവര് ആൽഗയിൽ ഇട്ടു. ആൽഗെ എവിടെയായിരിക്കും? അണ്ടർ പ്ലാന്റ്സ്. അപ്പൊ സെൽ വാൾ ഉള്ളതിന് നേരെ പ്ലാന്റ്സിലേക്ക് ഇടാം, ആൻഡ് സെൽ വാൾ ഇല്ലാത്തതിന് നേരെ ആനിമൽസിന്റെ ആനിമേലിയയിലേക്ക് ഇടാം.
പക്ഷെ കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം മൊനീറ, അങ്ങനെ 5 കിങ്ഡം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോ ക്ലമൈഡോമോണസും ക്ലോറല്ലയും ഹാവിങ് നോ സെൽ വാൾ ആരുടെ കൂടെ വന്നു? അമീബ ആൻഡ് പാരമീഷ്യത്തിന്റെ കൂടെ വന്നു. അവർക്ക് എങ്ങനെ ബോത്ത് ലാക്കിംഗ് സെൽ വാൾസ്. അപ്പോ സെൽ വാൾ ഇല്ലാത്തതിനെയും സെൽ വാൾ ഇല്ലതിനൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്നു. ഏത് കിങ്ഡത്തിന്റെ താഴെ? അണ്ടർ കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇനി അപ്പൊ എന്ത് പറയാൻ പറ്റും? ഈ 4 ഓർഗാനിസംസിനെയും എന്ത് സെൽ വാൾ അല്ല മേജർ ക്രൈറ്റീരിയ, അതിനും ഇമ്പോർട്ടന്റ് ആയ ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് യൂണിസെല്ലർ യൂക്കറിയോട്ടിക് ആയതുകൊണ്ട് അവർ കിങ്ഡം പ്രോട്ടിസ്റ്റന്റെ താഴെ വന്നു. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് ഒരുമിച്ച് കൊണ്ടുവന്നു? ഓർഗാനിസംസ് ലൈക്ക് ക്ലമൈഡോമോണസ് ആൻഡ് അമീബ വിച്ച് വർ പ്ലേസ്ഡ് ഇൻ ഡിഫറെന്റ് കിങ്ഡംസ്, അതായത് പ്ലാന്റ് ആനിമേലിയ ഡിഫറെന്റ് കിങ്ഡംസിൽ ഇൻ ഏർലിയർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. ഇനി ഇത് മാറിയത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ചേഞ്ച്. അതായത് എന്തിനാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് നേരത്തെ സെൽ വാൾ ഉണ്ടെങ്കിൽ പ്ലാന്റ്സിലേക്ക്, സെൽ വാൾ ഇല്ലെങ്കിൽ ആനിമൽസിലേക്ക്. ഇപ്പൊ എങ്ങനെയാ? സെൽ വാളിനെ കാട്ടിയും ഇമ്പോർട്ടന്റ് ആയ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് സെല്ലുലാരിറ്റി, യൂണിസെല്ലുലാർ ആണോ, യൂക്കറിയോട്ടിക് ആണോ, പ്രോക്കറിയോട്ടിക് ആണോ, ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൂടി വന്നുകൊണ്ട് ബിക്കോസ് ദി ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ചേഞ്ച്ഡ്, ഇത്രയും സെൽ വാളും അതിന്റെ ഡിഫറൻസസ് ഒന്നല്ല ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് ക്ലമൈഡോമോണസ്, ക്ലോറല്ല, അമീബ, പാരമീഷ്യനിലൊക്കെ ഒരുമിച്ച് കിങ്ഡം പ്രോട്ടിസ്റ്റന്റെ താഴെ കൊണ്ടുവന്നു. ഇനി ഇതേ ചേഞ്ചസ് ഇനിയും, അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കിങ്ഡം പ്രോട്ടിസ്റ്റൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത്, ഇപ്പൊ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയ ക്രൈറ്റീരിയ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ആര് വന്നു? കാൾ വീസിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇത്തരത്തിലുള്ള ചേഞ്ചസ് എപ്പോഴും ടേക്ക് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിന്റെ കാരണവശാൽ? ഡ്യൂ ടു ഇംപ്രൂവ്മെന്റ് ഇൻ ആർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്സ്. അപ്പൊ ഇങ്ങനെ ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സയന്റിസ്റ്റിന്റെയും ബാക്കിയുള്ള ആൾക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും എവല്യൂഷനും ഒക്കെ ബേസ്ഡ് ആയിട്ട് എന്ത് മാറിക്കൊണ്ടിരുന്നു? ഇതിന്റെ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ മാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എ ഡൈനാമിക് ആൻഡ് എവർ ഇവോൾവിംഗ് ഫിനോമിനൻ. ഇതൊരിക്കലും ഇത്രയായി ഇനിയൊന്നും കൂടുതൽ പഠിക്കാനില്ല നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ഇവോൾവ് ചെയ്ത് പുതിയ പുതിയ ക്രൈറ്റീരിയയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്തു എക്സാമ്പിൾ വെച്ച്, കിങ്ഡം പ്രോട്ടിസ്റ്റിന്റെ എക്സാമ്പിൾ വെച്ച്. എന്നിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഡൈനാമിക്കും എവർ ഇവോൾവിംഗ് ആയിട്ടുള്ള ഫിനോമിനൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ? ആദ്യം 2 കിങ്ഡം, പിന്നെ 5 കിങ്ഡം, പിന്നെ 6 കിങ്ഡം, ആൻഡ് അതേപോലെ തന്നെ കുറെ ആൾക്കാർ വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ഒക്കെ ഒരു കിങ്ഡത്തിലും വരുന്നില്ല. അപ്പോ ഇത്രയും ആണ് ഏതിലുള്ളത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിലുള്ളത്. ഇതിൽ NCERT കുറച്ച് പുറത്തായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? പീറ്റ് മോസസ് ഫാഗ്നം വന്ന് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ക്ലോറോഫിൽ, ആൽഗേന്റെ പിഗ്മെന്റ്സ്, ഇതൊക്കെ ബോക്സിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ എസെക്ഷുവൽ സ്പോർസ്, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ചും കൂടി എക്സാമ്പിൾസും കാര്യങ്ങളും കുറച്ചും കൂടി പുറത്തുനിന്ന് നമുക്ക് പഠിക്കുന്നുണ്ട്. ഇനി റോൾ ഓഫ് ഫംഗൈ നമ്മൾ ഇവിടെ പഠിച്ചു. മൈക്രോബ്സിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നും നമുക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നുണ്ട്. ഇനി അപ്പോതീഷ്യം, പെരിതീഷ്യം, ക്ലീസ്റ്റോതീഷ്യം, ഈ 3 പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തായാലും അറിഞ്ഞിരിക്കുക. പിന്നെ എക്സാമ്പിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഡയറ്റംസ് സ്ഥിരം ചോദിക്കുന്നതാണ്. പേൾസ് ഓഫ് ഓഷ്യൻ എന്തുകൊണ്ടാണ്? ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ സിലിക്ക ഡെപ്പോസിറ്റ് കാര്യങ്ങൾ. പിന്നെ വൈറസിന് ഏത് ക്ലാസിഫിക്കേഷൻ ആണ്, എന്തുകൊണ്ടാണ്, അവരുടെ എൻഡൈറ്റി എങ്ങനെയാണ്, ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർലി അറിഞ്ഞിരിക്കണം. പിന്നെ സൈനോ ബാക്ടീരിയന്റെ ഇമ്പോർട്ടൻസ് മൈക്രോബ്സിനും പഠിക്കുന്നുണ്ട്. മൈക്രോബ്സിലെ മിനറൽ ന്യൂട്രീഷന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ ചാപ്റ്ററിലും നോസ്റ്റോക്ക് ആയാലും ഒസിലറ്റോറി ആയാലും നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ള ബേസിക് NCERT കൊടുത്ത സാധനങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.